നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചതിന് ശേഷം ഞാൻ പുറത്തു പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കി. പിന്നെ കുളിപ്പിക്കാൻ കാര്യം ഉമ്മ ഉണ്ടായിരുന്നു അവിടെ, ഉമ്മ കൊടുത്ത് കുളിപ്പിക്കുക കാര്യമൊക്കെ ചെയ്ത് അവരെന്നെ ചെയ്ത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരമ്മ വീട്ടിൽ വെച്ച് പ്രസവിച്ചത് അറിഞ്ഞു കാണുമല്ലോ. ഈ ഒരു സംഭവം ചെറിയ വാർത്തകളായിട്ട് പരന്നിരുന്നു. പക്ഷെ ഇത് വാർത്തയാകാൻ കാരണം മറ്റൊന്നാണ് കേട്ടോ. ഇവര് വീട്ടിൽ വെച്ച് പ്രസവിച്ചത് കൊണ്ട് ഇവരുടെ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകിയില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഇവര് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. സംഭവം ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് 4 മാസമായി. 2024 നവംബർ 2-നാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അങ്ങനെ കുഞ്ഞ് ജനിച്ച് 4 മാസമായിട്ടും കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ഒക്ടോബർ 28-ാം തീയതി 2024 ഹോസ്പിറ്റലിൽ പോയി ഇവരോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവര് അക്യൂപഞ്ചറിന്റെ ആൾക്കാരാണ്, ഇവർക്ക് മോഡേൺ മെഡിസിൻ അലർജിയാണ്. ഇവരുടെ ശരീരത്തിൽ മരുന്നൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെ പ്രസവ വേദന വന്നിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയില്ല. അങ്ങനെ അഡ്മിറ്റ് ആകാനുള്ള ഡേറ്റും കഴിഞ്ഞ് 6 ദിവസവും കഴിഞ്ഞപ്പോൾ പ്രസവ വേദന വന്നു. പ്രസവ വേദന വന്ന സമയത്ത് ഇവര് വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു. സ്വാഭാവികമായിട്ടും താഴത്തോട്ട് ഇറക്കിക്കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, അവിടെ നിന്ന് തന്നെ പ്രസവിച്ചു. അങ്ങനെ കുഞ്ഞ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഞ്ഞിനെയും അമ്മയെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷകൾ നൽകണമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ ഇവര് പോയില്ല എന്നുള്ളതാണ്. അതാണ് അവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളായത്. അങ്ങനെ ഇവരെ കുഞ്ഞ് പ്രസവിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇവര് ഗവൺമെന്റിന്റെ ഒരു ആപ്പ് ഉണ്ട്, അതിനകത്തോട്ട് ഇവര് ഈ കുഞ്ഞിന്റെ ഈ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പോയി കാര്യം പറഞ്ഞു. അങ്ങനെ അവരും മൈൻഡ് ചെയ്തില്ല. അതിനുശേഷമാണ് ഇവര് പരാതി നൽകുന്നത്. ഈ സംഭവം വാർത്തയുമായി. എന്തായാലും ഇവര് ഇതുമായി ബന്ധപ്പെട്ട് മീഡിയയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോ. അവർ പറയുന്നത് കുട്ടി ജനിച്ചതായിട്ട് അവരുടെ അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഇതിലാണ് പറയും. നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം പോസ്റ്റൽ കെയർ ചെയ്തിട്ടുണ്ട്, അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട്. അപ്പൊ ഇവര് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ കാണിച്ചത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം അല്ല കേട്ടോ, കുഞ്ഞിനെ ഗർഭിണിയാവുന്ന സമയത്താണ്. ഈ പറയുന്ന സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെക്കപ്പ്, അതിനൊക്കെ ആയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇവര് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ശരിക്കും ഇവര് പ്രസവ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് വേറെ ഏതോ ആയുർവേദത്തിലേക്കാണ്ട് പോയാണ് ചെയ്തത്. കാരണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞത്. ഇവര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞ് ഇവരുടേതാണെന്നുള്ള യാതൊരു തെളിവും ഇവരുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകാൻ പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഒന്നും വേണ്ട, ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരുടെ ഭാഗത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ദിവസം ഇവരുടെ ഓഫീസിലേക്ക് ഒരു കുഞ്ഞിനെയും പിടിച്ച ഒരു സ്ത്രീ വരികയാണ്. ഞങ്ങളുടെ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണോന്ന് പറഞ്ഞു. എങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും? കുഞ്ഞ് ഇവരുടേതാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊക്കെ ഇവര് ചോദിച്ചു. പക്ഷെ അതൊന്നും ഇവരുടെ കയ്യിലില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവരെയും അഡ്മിറ്റ് ആക്കുന്നത്. ഈ ഡോക്യുമെന്റ്സ് ഒന്നും ഇവരുടെ കയ്യിൽ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ ഒരു കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. ഈ കുഞ്ഞ് ഇവരുടേതാണെന്ന് എന്താണ് ഉറപ്പ്? പിന്നെ ഒരു ഏക വഴി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ അമ്മയുടെയും DNA ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ പ്രത്യേകിച്ച് വഴികളൊന്നും കാണാനില്ല. എന്തായാലും ഇവര് തുടർന്നും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതൊന്ന് കേട്ടോക്ക്. കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് അവർ ഡെലിവറി എവിടെ നിന്നാണ് കഴിഞ്ഞത്? വീട്ടിൽ നിന്ന് കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലെ ഡേറ്റ് ഒക്കെ തന്നിരുന്ന ശേഷം വീട്ടിൽ നിന്ന് ആയി പ്രസവം പെട്ടെന്ന്. അപ്പൊ ആയത് അവരോട് പറയും ചെയ്തു. പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് തെളിവാണ്, കുഞ്ഞിനാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരുന്നത്. നമുക്ക് 28-ാം തീയതി ഡേറ്റ് വന്നിരുന്നത്. അപ്പൊ 28-ാം തീയതി ഡേറ്റ് വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെന്തായാലും ചെയ്യും. അപ്പൊ അതിന് എനിക്കും വെക്കുവാനും താല്പര്യമില്ല, അതിന് മരുന്ന് വെച്ച് ചെയ്യാൻ. അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കാൻ ആ സമയമാകുമ്പോൾ പോകാന്നുള്ള ഇതിലേ നിന്നത്. അപ്പൊ അത് അതിന് മുമ്പ് തന്നെ ഒരു രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ചു പോയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. സ്വാഭാവികമായിട്ട് പ്രസവാനന്തരത്തിൽ ഒരു ശുശ്രൂഷ ഉണ്ടല്ലോ, അവർക്ക് അതിന്റെ ഇത് കട്ട് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യും സ്വന്തമായിട്ട്? അതൊക്കെ ചോദിച്ചാൽ എങ്ങനെ എന്ത് പറയാനാണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് അത് തന്നെയാണ് കാര്യം. മരുന്നൊക്കെ അലർജിയാണ്. എന്തായാലും വല്ലാത്ത ടൈപ്പ് ആൾക്കാരാണ്. ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഭാവിയും കൂടെ കേൾക്കാം. നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചതിന് ശേഷം ഞാൻ പുറത്തു പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കി. പിന്നെ കുളിപ്പിക്കാൻ കാര്യം ഉമ്മ ഉണ്ടായിരുന്നു അവിടെ, ഉമ്മ കൊടുത്ത് കുളിപ്പിക്കുക കാര്യമൊക്കെ ചെയ്ത് അവരെന്നെ ചെയ്ത്. ഫസ്റ്റ് ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് പൊക്കിൾക്കൊടി കട്ട് ചെയ്തു. കുളിപ്പിക്കാനാണെങ്കിൽ ഉമ്മയുണ്ട്. അപ്പൊ നല്ല കാര്യം തന്നെ. ഇങ്ങനെയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയാൽ പോലെ. പൊക്കിൾക്കൊടിയും കട്ട് ചെയ്ത് കുളിപ്പിക്കുകയും ചെയ്തു. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണ് പാട്. ഒരുപാട് റിസ്ക് ഉള്ള പണി തന്നെയാണ് ഈ പൊക്കിൾക്കൊടി മുറിക്കുക എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യത്തെ തന്നെ ഇത് ബാധിക്കും. പുറത്ത് വാങ്ങിയ ബ്ലേഡ് കൊണ്ടൊക്കെ വന്ന് ഇതൊക്കെ മുറിക്കുന്ന പൊക്കിൾക്കൊടിയൊക്കെ മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് കുട്ടിയെ ആരോഗ്യത്തോടെ കിട്ടിയത് കേട്ടോ. കുട്ടിയുടെ ആരോഗ്യം വെച്ചുള്ള കളിയാണ് നിങ്ങൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരുന്നത്.
ശരിക്കും ഈ പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയത്ത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചൊക്കെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലേബർ റൂമിൽ ആൾക്കാരെ എല്ലാം കയറ്റുന്നുണ്ടോ? അവര് ഡോക്ടറും രോഗികളും മാത്രമേ ഉള്ളൂ. അത്രയും ഹൈജീനിക് ആയിട്ടായിരിക്കും അവരെ അതൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ എത്ര സിമ്പിൾ ആയിട്ടാണ് ഈ ആ കുഞ്ഞിന് എന്തെങ്കിലും അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്തേനെ? ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർ വന്നിട്ട് പറയും പണ്ടത്തെ ആൾക്കാരൊക്കെ വീട്ടിൽ വെച്ചല്ലേ പ്രസവിച്ചത്. അതൊക്കെ അന്ന് ആ ഒരു സാഹചര്യമല്ലേ ഇപ്പോ. ബാക്കിയോടെ കേൾക്കാം. അറിയായിരുന്നു ചെയ്യാൻ കട്ട് ചെയ്യാനൊക്കെ ഒരു പഠിക്കാനുള്ള കട്ട് ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു. കട്ട് ചെയ്യണമെന്ന് അറിയായിരുന്നു, കട്ട് ചെയ്ത് കുളിപ്പിക്കണമെന്ന് അറിയായിരുന്നു, കുളിപ്പിച്ചു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും നിങ്ങൾ ഇവിടെ ചോദിക്കാൻ വരണ്ട എന്നുള്ള തരത്തിലാണ് പുള്ളിക്കാരന്റെ മറുപടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇവര് വാക്സിൻ പോലും കുഞ്ഞിന്റെ എടുത്തിട്ടില്ല. നിങ്ങൾ അക്യുപഞ്ചർ എടുക്കുകയോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാതിരിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തു. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് നൽകേണ്ട കുറച്ച് അവകാശങ്ങളുണ്ട്. നിയമം അനുശാസിക്കുന്ന കുറെ അവകാശങ്ങളുണ്ട്. കുഞ്ഞിന് വാക്സിൻ കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും അത് നിഷേധിക്കുന്നത് കുഞ്ഞിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നീതി നിഷേധം തന്നെയാണ്. എന്തായാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവര് കാണിച്ചു കൂട്ടിയത്. ബാക്കിയോടെ കേൾക്കാം. ഒരു റിസ്ക് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും, വീട്ടിൽ നിന്നാണ് പ്രസവം, അതിലൊരു റിസ്ക് സ്വാഭാവികമായിട്ടുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു? ഒരിക്കലുമില്ല. റിസ്ക് ഉണ്ട്. നമ്മൾ നിങ്ങളുടെ അക്യുപഞ്ചർ പഠിച്ച ആൾക്കാരാണ്. സോ ഇതിന്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സോ ആ രീതിയിൽ നമ്മൾ നോക്കി അത് തന്നെ പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്ന പോലെ അങ്ങ് പ്രസവിക്കാല്ല. അതിപ്പോ വേറെന്തല്ലേ? നിങ്ങൾ അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് ഒരു മനുഷ്യൻ പ്രസവിക്കുന്ന പോലെ തന്നെയല്ലേ നിങ്ങൾ പ്രസവിക്കുക. അല്ലാതെ പ്രസവത്തിന് മാറ്റങ്ങളൊന്നും വരാറില്ലല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നോർമൽ ഡെലിവറി ആയതുകൊണ്ട് ഇപ്പൊ നോർമൽ അല്ലാതെ ഒരു ഈ കഴുത്തിൽ ഇങ്ങനെ കുടല് ഇങ്ങനെ ചുറ്റുമല്ലോ, ആ ഒരു സാഹചര്യത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ തല ഫസ്റ്റ് വരുന്നിടത്ത് കാല് ഫസ്റ്റ് വന്നാലോ നിങ്ങൾ എന്ത് ചെയ്തേനെ? ശരിക്കും നട്ടം തിരിയില്ലേ നിങ്ങൾ ആ സമയത്ത്? കുഞ്ഞിന്റെ ഏത് ഭാഗമാണ് ആദ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാലായിരിക്കും, ചിലപ്പോൾ തലയായിരിക്കും. തലയാണ് വരുന്നത് എപ്പോഴും ഓക്കെ, നോർമൽ ഡെലിവറിക്ക് പറ്റുന്നത്. എന്തെങ്കിലും അതിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ വലിയ റിസ്ക് തന്നെയായിരിക്കും. പിന്നെ ഹെവി കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ അങ്ങനെ എങ്ങാണ്ടും ഇവിടെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? കുഞ്ഞിനോ നിങ്ങൾക്കോ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു കുഞ്ഞിന്റെ അമ്മയുടെയും ജീവിതം വെച്ചിട്ടാണ് അല്ലെങ്കിൽ ജീവൻ വെച്ചിട്ടാണ് ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കുന്നത്. അമ്മയുടെ പിന്നെ പോട്ടെ, അമ്മ അക്യുപഞ്ചറൊക്കെ പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുഞ്ഞെന്താ എന്ത് ചെയ്തിട്ടാ? ആ കുഞ്ഞിന്റെ ജീവൻ വെച്ചിട്ടല്ലേ നിങ്ങൾ കളിച്ചത്? ആ ഒരു കാര്യം ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. ബാക്കി കൂടെ കേൾക്കാം. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലീഡിംഗ് ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ആശുപത്രിയെ സമീപിക്കുക എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ട്? അപ്പൊ ഇതിലെന്താ ഇത്ര ഇത്? ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു മുണ്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞ് ഒന്ന് തുടച്ചു കളയണം, അത്രയല്ലേ ഉള്ളു കാര്യം. അതായിരിക്കും അവരുടെ മൈൻഡിൽ. നമ്മുടെ ശരീരത്തിന് രക്തം വന്നാൽ എന്താ ചെയ്യാ? തുടച്ചു കളയും അല്ലെ കഴുകി കളയും, അതല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. വേറെ ഇപ്പൊ എന്താ കാര്യം എന്നൊക്കെയായിരിക്കും ഇവരുടെ മൈൻഡിൽ. ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ? ഇതിനൊക്കെ വല്ലൊരു ഹോസ്പിറ്റലിൽ പോകും. ബാക്കി കൂടെ കേൾക്കാം. എടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ കുഞ്ഞ് പുറത്ത് ഇങ്ങനെ പകുതി വരുന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ആ ടൈമായ പോലും നമ്മൾ പാനിക് ആകും. അപ്പൊ പിന്നെ പാനിക് ആവത്തില്ല. കാര്യം എന്താ വെച്ചാൽ കുട്ടി പകുതി വന്നല്ലോ, പിന്നെ കൈ പിടിച്ചങ്ങോട്ട് വലിച്ചെടുത്താൽ പോരെ. അപ്പൊ ബാക്കി കൂടെ പുറത്തേക്ക് വരും. നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല. പാനിക് ആവുമ്പോഴാണ് പ്രശ്നം. ബാക്കിയേക്കാം. അതൊന്നുമില്ല. ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്കത് ആ ഒരു കുട്ടി പുറത്ത് വന്നു അവിടെ ബ്ലീഡിങ് നിന്നു. ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ ബ്ലീഡിങ് എന്ന് മരിക്കുന്ന ഒരുപാട് കേസുകളില്ലേ. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടിക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നമായിട്ടും പുള്ളിക്കാരിക്ക് തോന്നി. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ ആവില്ലേ? പുള്ളിക്കാരി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ബ്ലീഡിങ് വന്നിട്ട് ഓരോരുത്തരും മരിക്കുന്നില്ലെന്ന്. പുള്ളിക്കാരിയുടെ പ്രവൃത്തിയെ പുള്ളിക്കാരി ന്യായീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റലിലൊക്കെ ബ്ലീഡിങ് വന്ന് മരിക്കുന്നതൊക്കെ 1,00,000-1 സംഭവിക്കുന്നുള്ളൂ. അതും ഒക്കെ പിടിച്ചോണ്ടാണ് പുള്ളിക്കാരി ന്യായീകരിക്കാൻ വന്നിരിക്കുന്നത്. എന്താല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണ്. എന്തായാലും ഈ ഒരു വാർത്തയുടെ താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എന്റെയൊക്കെ ഉമ്മ 10ഉം 12ഉം ഒക്കെ പ്രസവിച്ചിട്ടുണ്ട്. അന്നത്തെ ആൾക്കാരൊക്കെ വീട്ടിലല്ലേ പ്രസവിച്ചത്, അതൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴല്ലേ ഈ ഹോസ്പിറ്റലിലും ഡോക്ടറും ഒക്കെ വന്നത്. വീട്ടിൽ നിന്ന് പ്രസവിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കമന്റ്സ് ഒക്കെ വരുന്നത്. അങ്ങനെയുള്ളവരോട് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെ 10ഉം 12ഉം പ്രസവിച്ചതിൽ എത്ര ആൾക്കാരെ ജീവനോടെ കിട്ടി? അഥവാ അങ്ങനെ ജീവനോടെ കിട്ടിയതിൽ എത്ര പേര് 50 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിട്ടുണ്ട്? 40 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിട്ടുണ്ട്? അതൊക്കെ അവരോട് ചോദിച്ചാൽ അവര് ബബ്ബടിക്കും. ശരിയാണ്, പണ്ടൊക്കെ ആൾക്കാർ അത്രയൊക്കെ പ്രസവിച്ചിട്ടുണ്ട്. 10ഉം 12ഉം ഒക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിക്കുന്നത്. അങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് ഡെലിവറി പ്രോപ്പർ ആവാത്തത് കാരണം കൂടുതലും പ്രസവം ഫെയിലിയർ ആവാനാണ് സാധ്യത. 10ഉം 12ഉം ഒക്കെ അന്ന് പ്രസവിക്കുന്നുണ്ടെങ്കിൽ അതിൽ 5ഉം 6ഉം ഒക്കെ സർവൈവ് ചെയ്ത് കിട്ടാറ്. മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് ഇങ്ങനെ പോകും. എന്നാൽ ഇന്നത്തെ കാലം എടുത്തു നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് 2ഉം 3ഉം ഒക്കെ ഒരാൾ പ്രസവിക്കത്തുള്ളൂ. കൂടിപ്പോയാൽ 4, 5. അങ്ങനെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ കുട്ടികളെല്ലാം പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയായിരിക്കും കിട്ടുന്നത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. ഇതൊന്നും അറിയാതെയും മനസ്സിലാക്കാത്തവയാണ് എന്റെ ഉമ്മ 10 പ്രസവിച്ചു, 12 പ്രസവിച്ചു, 13 പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഒന്നും വേണ്ട, ഞാൻ ചില കണക്കുകളൊക്കെ ഒന്ന് പുറത്തു. മരണ നിരക്കുകളുടെയും ശിശുമരണ നിരക്കുകളുടെയും കണക്കുകളാണ്.
1947 മാതൃമരണ നിരക്ക്, അതായത് പിന്നെ മാതാവ് മരിക്കുന്ന ആ ഒരു കണക്ക്, അതായത് ഈ പ്രസവിക്കുന്ന സമയത്ത് അമ്മ മരിച്ചു പോകുന്ന സംഭവം. 1,00,000 ആളുകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ 2,000 പേര് മരിക്കും. എന്നാൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 2,000 എന്നുള്ളത് 97 ചുരുങ്ങി, 1,97 പേരായി ചുരുങ്ങി. അങ്ങനെ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റി. പിന്നെ ഇനി ശിശു മരണനിരക്ക് നമുക്ക് നോക്കാം. അതായത് പ്രസവിക്കുന്ന സമയത്ത് കുട്ടികൾ മരിക്കുന്ന ആ ഒരു സംഭവം, അന്ന് അത് 1000-ൽ 145 ആയിരുന്നു. 1947 കണക്കാണ് കേട്ടോ പറയുന്നത്. എന്നാൽ ഇന്ന് 1028 ചുരുങ്ങി. ഇത് ഇന്ത്യയിലെ കണക്കാണ്. ഇനി കേരളത്തിലേക്ക് വരാം. 1970 ശിശു മരണ നിരക്ക് 1000-ൽ 56 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 1006 ആയിരുന്നു. അത്രയും മാറ്റം വന്നു. അതായത് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഗുണകരമാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, എല്ലാ കുട്ടികളും പൂർണ്ണ ആരോഗ്യത്തോടെ പ്രസവിക്കണമെന്നില്ല. 30 മുതൽ 40% കുട്ടികളെയും ഹെവി റിസ്കോടെയാണ് പ്രസവിക്കുന്നത്. അവർ പ്രസവിക്കുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ വെച്ചാകുമ്പോൾ അവരെ ഉടനെ തന്നെ പരിചരിക്കുന്ന സമയത്ത് അവർ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വരും. എന്നാൽ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്ന സമയത്ത് അതിനുള്ള സാഹചര്യം കിട്ടില്ല. അതാണ് പണ്ടൊക്കെ പ്രസവിക്കുന്ന സമയത്ത് കുറെ കുട്ടികളൊക്കെ മരിച്ചു പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ആളുകൾക്കില്ല. ശരിക്കും ഞാൻ ഈ 2023-ലെയും 2024-ലെയും കണക്കുകൾ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, ജില്ല തിരിച്ചു. ഈ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2023-ൽ മലപ്പുറത്ത് മാത്രം 253 ആൾക്കാരാണ് വീട്ടിൽ വെച്ച് പ്രസവിച്ചിട്ടുള്ളത്. മറ്റു സ്ഥലത്തെക്കാൾ എത്രയോ മുകളിലാണല്ലേ. പക്ഷെ 2024 ആയപ്പോഴത്തേക്കും അത് ഈ 93 ചുരുങ്ങി. 2023-ലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ തന്നെയാണ്. അതിനൊക്കെ കാരണങ്ങളുണ്ട്. മലപ്പുറത്ത് ഒരുപാട് സ്ഥലത്ത് വീട്ടിൽ വെച്ച് ഇങ്ങനെ പ്രസവിക്കാന്നുള്ള കുറെ കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ എത്താറുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് വരെ ആൾക്കാർ വരുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടായിരിക്കും ഇവിടെ പ്രസവം നടത്തുന്നത്. ഒരു വട്ടിക്കുഞ്ഞു പോലും അറിയത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് രഹസ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അഥവാ ഇനി പിന്നെ പ്രഗ്നൻസിയിൽ ആ കുഞ്ഞ് മരിച്ചു പോയാൽ ഇവരെ ആരും അറിയാണ്ട് ഒതുക്കി തീർക്കും. അഥവാ ഇനി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. എന്തായാലും ഇതിനെതിരെയുള്ള ആക്ഷൻ എടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിനെതിരെ ചില ആക്ഷനുകൾ എടുക്കുന്നുണ്ട്. പല കേന്ദ്രങ്ങളും പൂട്ടിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.